നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കായണ്ണ കൃഷിഭവൻ നേതൃത്വത്തിൽ തേനീച്ച കൃഷിയിൽ കർഷക പരിശീലനം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.സി. സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. കായണ്ണ ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായി കായണ്ണ ഗ്രാമപഞ്ചായത്തിലെ തേനീച്ച കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി തിരഞ്ഞെടുത്ത ഒരു കർഷകന് 5 തേനീച്ച പെട്ടികൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തു. യൂണിക്കോൺ മുഖേന നടപ്പാക്കുന്ന തേനീച്ച കൃഷി വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായുള്ള പരിശീലന പരിപാടി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു. കായണ്ണ കൃഷി ഓഫീസർ അമൻ ST ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.സി. സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക, ഇതെങ്ങനെയാണ് തയ്യാറെടുക്കുക, എങ്ങനെയാണ് വളർത്തുക എന്നതിനെ പറ്റിയുള്ളതൊക്കെ ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്ലാസ് സംഘടിപ്പിച്ചത്. നമുക്കറിയാം, കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രൊജക്റ്റുകൾ നമ്മൾ വെക്കാറുണ്ട്. അതിൽ തെങ്ങിന് വളം ചെയ്യും, അതുപോലെ വൃക്ഷത്തൈകൾ കൊടുക്കൽ, അതുപോലെ പച്ചക്കറികൾ വിത്തും അതുപോലെ തൈകൾ വിതരണം ചെയ്യും. അങ്ങനെ സ്ഥിരമായി ചെയ്യുന്ന കുറേ പ്രൊജക്റ്റുകൾ നമ്മുടെ പഞ്ചായത്തിൽ നടത്തി വരാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തരമൊരു പ്രൊജക്റ്റ് തിരഞ്ഞെടുക്കാനും അത് നടപ്പിലാക്കാനും തയ്യാറായ കൃഷിവകുപ്പിനെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. കാരണം ഈ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം ആളുകളൊന്നും കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയല്ല. ഒരാഴ്ച അതുപോലെ പഞ്ചായത്തുകൾ നേരത്തെ വലിയ തോതിൽ തേനീച്ച കൃഷി അതുപോലെ തെക്കൻ മേഖലയൊക്കെ നടത്തി തരാറുണ്ട്. നമ്മളെ നാട്ടുപുറങ്ങളിൽ വളരെ അപൂർവമായിട്ടാണ് ഇത് ചെയ്തെങ്ങനെയാണ് ചെയ്യുക, ഇത് ചെയ്താൽ എന്താണ് ഗുണം, ഇതിൻ്റെ നേട്ടം എന്താണ് എന്നതിനെ നമ്മൾ മനസ്സിലാക്കാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. ഇവിടെ ഹോൾട്ടിക്കോർ ട്രെയിനർ സേതു തേനീച്ച കൃഷിയിൽ ക്ലാസ് എടുത്തു. നമ്മൾ ഈ തേനീച്ച കൃഷി ചെയ്യണം തോന്നിയ ഇവിടുത്തെ ഒരു തോന്നൽ എന്തായിരിക്കാം, എന്താണ് ഒരു തേനീച്ച കൃഷിയിലേക്ക് വരണം തോന്നിയത് എന്തായിരിക്കും? വരുമാനം എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം അല്ലേ? അതുതന്നെയാണോ എല്ലാവരുടെയും? തേനൊക്കെ എടുക്കണം, ഒരു വരുമാനം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ വരുന്നതല്ലേ? അത് കുഴപ്പമില്ലെങ്കിൽ പോലും ഈ തേനീച്ച കൃഷിയിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ പുറകിലൊരു വലിയ ലക്ഷ്യമുണ്ട്. അതാണ് വളരെ പ്രാധാന്യമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ശരിക്കും തേനീച്ചകൾ നമുക്ക് ആരാണ് എന്നുള്ളത് അറിയുന്നത് അപ്പോഴാണ്. ഇവിടെ തെങ്ങ് ഇഷ്ടം പോലെ ഉണ്ടല്ലേ? വെളിച്ചെണ്ണ എങ്ങനെ വിലക്കുറവാന്ന് തോന്നില്ലേ? കോഴിക്കോട് വെളിച്ചെണ്ണ വിലക്കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ നമുക്ക് ഞങ്ങളുടെ നാട്ടിലേക്കാട്ടി വളരെ വിലക്കുറവായിട്ടായിരിക്കും. തെങ്ങ് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ തെങ്ങ് അതുപോലുള്ള നമ്മുടെ കാർഷിക മേഖലയിൽ ഈ വിളവർദ്ധനവ് കൂടുതലുണ്ടാകാൻ ഏറ്റവും സഹായിക്കുന്ന ജീവജാലം എന്നുള്ളതാണ് തേനീച്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സൽക്കർമ്മങ്ങളിൽ ഒന്നാണ് ശരിക്കും തേനീച്ച കൃഷി എന്ന് പറയുന്ന സംഭവം. തേനീച്ചകളുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു പറഞ്ഞ് ക്ലീശയായിട്ടുള്ളൊരു വാചകമുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന തേനീച്ചകൾ 4 വർഷം ഇല്ലാതെ വരികയാണെങ്കിൽ ഈ പ്രപഞ്ചം മരുഭൂമിയായി പോകുന്നതാണ്. അത്രയും പ്രാധാന്യമുള്ള ഒരു ജീവജാലമാണ് തേനീച്ച എന്ന് പറയുന്ന സംഭവം. അതായത് ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.